పన్నీరు గంధము పుయ్యరుగా అందమైన యదునందనుపై కుందరదనలిరమోదక పరిమళ గంధము పుయ్యరుగా గంధము పుయ్యరుగా పన్నీరు గంధము పుయ్యరుగా അമ്മന്തയുടെ ശക്തിയുള്ള കുഞ്ഞാടുകൾ. അതുകൊണ്ട് തന്നെ ഈ നാടിനെ നാട്ടുകാരെ ആപത്ത് സമയങ്ങളിൽ രക്ഷിക്കാൻ ഇവളുണ്ടാക്കും. ഇവളുടെ ശക്തി കൊണ്ട് കോത്തല്ലൂർ ഗ്രാമം പുണ്യമായി തീരും. ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഗായ്സ്, നിങ്ങളുടെ ചലഞ്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇൻട്രൊഡ്യൂസ് യുവർ ഫാമിലി മെമ്പേഴ്സ് എന്ന ചലഞ്ച്. സോ ഗായ്സ്, അതുകൊണ്ട് ഇന്നത്തെ ഡേ നമുക്ക് എൻ്റെ പ്രൊഡ്യൂസേഴ്സിനെയും കൂട്ടുനിന്നവരെയും ആൻഡ് അതർ പ്രൊഡക്ട്സ് എല്ലാവരെയും പരിചയപ്പെടാം. അപ്പോൾ വായോ ഗായ്സ്, ആദ്യം നമുക്ക് തലമൂത്ത കാരണവന്മാരുടെ അടുത്ത് പോകാം. ഗൃഹസ്ഥർ ഫസ്റ്റ് എന്നാണല്ലോ, വേറെ ആരുമല്ല, എൻ്റെ അച്ചാച്ചനും അമ്മാമ്മയും. ഗൈസ്, നിർഭാഗ്യവശാൽ അവർ മരണപ്പെട്ടു. പേടിക്കണ്ട, നിങ്ങളെ ഞാൻ കാണിക്കാം. ഈ പടത്തിൽ ആയിരിക്കുന്നവരാണ് നമ്മുടെ സ്വന്തം അച്ചാച്ചൻ ബാലരാമവർമ്മ ആൻഡ് പ്രിയ പത്മിനി സുഭാഷിണി. വാ, ഇനി നമുക്ക് അടുത്ത ആൾക്കാരെ പരിചയപ്പെടാം. ഇതാണ് എൻ്റെ പാറുമ്മ, ഞങ്ങളുടെ സ്വന്തം ക്യാറ്റമ്മായി. എന്താ ഉണ്ണിയപ്പത്തിന്റെ മണം. അപ്പൊ ഗൈസ്, ഈ കോത്തല്ലൂർ ഗ്രാമത്തിന് ഉണ്ണിയപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന ബിസിനസ് ഗേൾ ആണ് നമ്മുടെ ബ്രേവ് പാറുമ്മ. ആഹാ, ക്യാമറയും തൂക്കി ഇറങ്ങിയോ? ഇന്നത്തെ ചലഞ്ച് എന്താ? ഇൻട്രൊഡ്യൂസ് യുവർ ഫാമിലി മെമ്പേഴ്സ്. പാറുമ്മ ഹായ് പറ. ഹായ്. അപ്പൊ എല്ലാരും വായോ. ഈ പാറുമ്മയുടെ ഹസ്ബൻഡ്, അതായത് എൻ്റെ വല്യച്ഛനും മോനും ഇവിടെയില്ല, അവിടെ ബാംഗ്ലൂരാണ്. അവരുടെ ഫോട്ടോ ഞാൻ നോക്കട്ടെ. അത് കിട്ടി. ഇതാണ് എൻ്റെ വില്ലേജ് ഹർഷ്ദേവ് ആൻഡ് ഇവരുടെ മകനാണ് അലോകിത്, ഞങ്ങളുടെ സ്വന്തം അലോവേട്ടൻ. അപ്പോ ഇനി നമുക്ക് അടുത്ത ആൾക്കാരെ പരിചയപ്പെടാം. ബ്രോ. പിന്നെ ഗൈസ്, എൻ്റെ പ്രൊഡ്യൂസർ ആരാണെന്ന് നിങ്ങളുടെ കമന്റ് ഞാൻ കണ്ടിരുന്നു. മറ്റാരുമല്ല ഗൈസ്, ഇതാണ് ആ വ്യക്തി, അഖിൽദേവ്. നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും സ്വന്തം അപ്പു, എൻ്റെ സ്വന്തം അപ്പു ബ്രോ. ഇവർക്ക് ഹായ്ഫൈ കൊടുക്ക്. എന്റെ പൊന്നു പിള്ളേരെ, ഇവളുടെ തള്ളം കേട്ടിരിക്കാണ്ട് നിങ്ങൾക്ക് വേറെ വല്ല പണിക്കുമ്പോ കൂടെ. അപ്പനാണ് പോലും അപ്പൻ. ഗൈസ്, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, അതുകൊണ്ട് നമുക്ക് സ്കിപ്പ് അടിക്കാം. നെക്സ്റ്റ് വന്നത് എന്റെ മോംബിജിയെ കാണിച്ചില്ലല്ലോ, വായോ. ഇതാണ് നമ്മുടെ സ്വന്തം കേക്ക് പപ്പി. കേക്ക് ഉണ്ടാക്കി വിൽക്കുന്ന ബിസിനസ്കാരിയാണ് ഈ പപ്പിക്കുട്ടി. അപ്പോ ഇനി നമുക്കാരെ പരിചയപ്പെടേണ്ടത്? ഞാനാണ് എൻ്റെ അപ്പൻ്റെ അമ്മയ്ക്കുണ്ടായ വാഴ എന്നാകും നിങ്ങളുടെ ചിന്ത. എന്നാൽ തെറ്റി ഗൈസ്, എന്നേക്കാൾ വലിയൊരു വാഴ ഈ വീട്ടിലുണ്ട്, എൻ്റെ അനിയൻ. നോക്ക് മക്കളെ, നോക്കങ്ങോട്ട്. ആ ബാഗും തൂക്കി പോകുന്ന മുയലിനെ കണ്ടോ നിങ്ങൾ? ഡാകുട്ടാ പോടി പട്ടി. ഹൗ, വലിയ കാര്യത്തിലൊന്നും കിട്ടിയില്ല ഗൈസ്.
അപ്പോൾ അവൻ എങ്ങോട്ടാ ഇങ്ങനെ ധൃതിക്ക് ബൈക്കിൽ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് അമ്മായിയുണ്ട്, അമ്മായിയുടെ അങ്കിളിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ആരാന്നല്ലേ, വാ കാണിച്ചു തരാം. സോ ഇതാണ് ഗൈസ് നമ്മുടെ ദേവുമായി ആൻഡ്രാമങ്ങൾ. ഇവരിപ്പോൾ താമസിക്കുന്നത് എറണാകുളത്താണ്. ദേവുമാരുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് അവിടെ നിൽക്കുന്നത്. അവരുടെ ഒറ്റയ്ക്കല്ല കേട്ടോ, ഇവർക്ക് 2 മക്കളാണുള്ളത്. മൂത്തവൾ സഹ്യാദ്രി, ഞങ്ങളുടെ സ്വന്തം സഹ്യക്കുട്ടി. ആളുടെ ഫോട്ടോ അയ്യോ, അവളങ്ങനെ ഫോട്ടോ ഒന്നും എടുക്കാറില്ല, അതുകൊണ്ട് അവളുടെ ഫോട്ടോ ഒന്നും ഇവിടെ ഇരിപ്പില്ല. അവൾ വരുമ്പോൾ കാണിക്കാമേ. അവൾ ഇവിടെയാണ് കേട്ടോ താമസിക്കുന്നത്. ഇവിടുത്തെ നാട്ടിലെ ഒരു ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപികയാണ് പുള്ളിക്കാരി. ആൻഡ് ഇവരുടെ 2ാമത്തെ മകനാണ് സഹ്യശ്രീ. അയ്യോ, ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമ്മുടെ കൊച്ചി FM RJ SH എല്ലാവർക്കും അറിയാവോ? അവരാണ് ഇവൻ. അപ്പൊ പബ്സിലെ ലെമൺലി ഷേക്കിലി പറഞ്ഞു വരുന്നത് നമ്മുടെ സുബാമയുടെ തനി പകർപ്പാണിവൻ. കണ്ടിട്ടില്ലല്ലോ, വാ കാണിക്കാം. ഇതാണ് അമ്മമ്മയെ തനി കോപ്പി അടിച്ച രൂപം. അപ്പൊ ബാക്ക് ടു നമ്മുടെ മെമ്പേഴ്സ്. ഇനി ആരെ കാണിക്കാനുള്ളേ? അയ്യോ, മെയിനായിട്ടുള്ള ആളെ കാണിച്ചില്ലല്ലോ. സോ ഗൈസ്, നിങ്ങൾ കാത്തിരുന്ന എന്റെ ക്യാമുകനെ നിങ്ങൾക്ക് കാണണ്ടേ? വരൂ, കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. ഇതാണ് ഗൈസ് എന്റെ ഭാവി വർത്തമാനകാല പുരുഷൻ വംശി കൃഷ്ണ. കാണാൻ അച്ചാച്ചന്റെ ലുക്ക് ഉണ്ടെങ്കിലും ആളച്ചാച്ചന്റെ പെങ്ങളുടെ മോളുടെ മോനാണ്. എല്ലാവർക്കും റിലേഷൻ കത്തിന്ന് തോന്നണല്ലേ? അപ്പോ വംശി വായോ, നമുക്ക് ഒരുമിച്ച് സൈൻ ഓഫ് കൊടുക്കാം. അപ്പൊ ബൈ ഗായ്സ്, എല്ലാവരും പരിചയപ്പെടുത്തിയെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പൊ ബൈ, ടാറ്റാ, ലവ് യു ഗായ്സ്. അയ്യ, അവളുടെ ഒരു ലവ്. എന്നോട് നീ എപ്പോഴേലും ലവ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? എടപ്പടങ്ങുവാണോ, പിണക്കമാണോ, എന്നോടിണക്കമാണോ? എന്റെ ടൈം ഉണ്ടല്ലേ, നീ എന്നോട് ലവ് പറഞ്ഞില്ലേലും നീ കഴിഞ്ഞല്ലേ എനിക്ക് ആരുള്ളൂ. വിശ്വാസം പോരാ? വിശ്വസിച്ചിരുന്നെങ്കിൽ ഒരു കിസ്സൊക്കെ തരാന്ന് വെച്ചിരുന്നതാ. വേണ്ടേ വേണ്ട. അല്ല, ആർക്ക് പിണക്കം? എനിക്കാരോടും പിണക്കൊന്നുമില്ല. അല്ലേലും ഞാൻ എന്തിനാ പിണങ്ങുന്നേ? That's my boy. ഗന്ധമു പൊയ്യരുക, പന്നീരു ഗന്ധമു പൊയ്യരുക, అందమైనయదు నందనుపై కుందనదనలిరమోదక పరిమళ గంధము పొయ్యరుగా. ഗന്ധമു പുയരുക. നല്ല ആളാ, നീ എന്നോട് മിണ്ടണ്ട. ഇന്നലെ വരാന്ന് പറഞ്ഞിട്ട് കുറെ കാത്തിരുന്നു. എവിടെയായിരുന്നു? ഞാൻ ഇന്നലെ കുറച്ച് തിരക്കായി പോയി. എപ്പോഴും ഇങ്ങനെ ഓരോ കള്ളം കാണുമല്ലോ നിന്റെ കയ്യിൽ. ആയിക്കോട്ടെ, നീ അധിക സമയം ഇവിടെ നിൽക്കണ്ട, വിട്ടോ. ആരേലും ഇവിടെ കണ്ട അത് മതി, ഞാൻ അങ്ങോട്ട് വന്നോളാം. വരണേ. അമ്മായി, അമ്മാവാ, നോക്കൂ, മുറ്റത്തൊരു മൈന. നിന്നെയൊക്കെ ആരെങ്കിലും മൈനാന്ന് പറയോ കുട്ടാ? അപമാനം. അല്ലേലും ഞാനും ജാനിക്കുട്ടിയൊക്കെ ഒരുപോലെയാ. കുട്ടാ, നീ വന്നോ? നീ 2 ദിവസം മുന്നേ അല്ലേ വെക്കേഷൻ ആണെന്ന് പറഞ്ഞ് പോയത്? ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ? വന്നു. എൻ്റെ ദേവൂമ്മയുടെ രാമങ്ങളുടെ അടുത്ത് നിൽക്കണ സുഖം അവിടെ നിന്ന് കിട്ടുമോ?
അതൊക്കെ പോട്ടെ, നിങ്ങളെന്നെ വല്ലാണ്ട് മിസ് ചെയ്യൂലേ? ഐ നോ ഗൈസ്. ഞങ്ങൾ 2 ദിവസം സമാധാനത്തോടെ ഇരിക്കുമായിരുന്നു. ദേവുമ്മ, നമ്മുടെ ആർജ എവിടെ? അവന് മോർണിംഗ് ഷോ ഉണ്ടടാ, പോയേക്കാം. ആണല്ലേ, എന്നാൽ ഞാനിപ്പോൾ വരാമേ. ഡാ, കഴിച്ചിട്ട് പോടാ. Good morning, Kochi. It's time to get your day started right with this morning show, A Cup of Tea. ഈ ഷോയിൽ നിങ്ങളുടെ കൂടെയുള്ളത് RJ SH. രാവിലെ തന്നെ ഒന്നുടരാൻ ഞാനൊരു തോട്ട് പറയാം. അയ്യോ, തോട്ടെന്ന് പറഞ്ഞപ്പോൾ ആരും കൂടി കട്ടാക്കി പോകല്ലേ. ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്ക് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും കൂടെ ചേർത്ത് നിർത്താൻ ഒരാളുള്ളത്. അതിപ്പോൾ മനുഷ്യരായാലും മൃഗങ്ങളായാലും പക്ഷികളായാലും എന്തുമാകട്ടെ, നമ്മളുള്ളിലുള്ള സങ്കടങ്ങളെ ഷെയർ ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖമുണ്ട്. അതിൻ്റെ ഫീലൊന്ന് വേറെയാണ്. അതിപ്പോൾ ജീവനില്ലാത്ത വസ്തുവിനോടായാലും കുറച്ചു നേരത്തേക്കെങ്കിൽ കുറച്ചു നേരത്തേക്ക് നമ്മുടെ ഭാരമെല്ലാം ഒഴിഞ്ഞ് നമ്മൾ ഫ്രീ ആകും. അതിലും സന്തോഷം കണ്ടെത്തുന്നവരാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നത്. സോ കൊച്ചി, buckle up, it's going to be a fantastic day. This is RJ SH. ഒരു മനോഹരമായ ഗാനം കേട്ട് തിരിച്ചു വരാം. Take me there, I know this journey ends. Wake me up, I need to breathe again. I need a rainy days, I'm thinking about you. What to say, wish I knew how to find the way right back to you. On rainy days like rainy days, I'm thinking about you. What to say, wish I knew how to find the way right back to you. On rainy days like staring at my phone, a cage, hoping for your call lately. I've been on my own, maybe. 이젠 지난 일을 맨날. Time with you was so amazing. Haven't changed, I'm still the same me. 늦었지만 우리 다시. Can we go back to the moment again? Yeah, rainy days, I'm thinking about you. വസു, ഒരു സൈക്കാട്രിസ്റ്റിനോട് നിന്റെ വിവരം പറഞ്ഞിട്ടുണ്ടെന്ന് പാപ്പ പറഞ്ഞത്. പാപ്പയുടെ ഏതോ സുഹൃത്തിന്റെ മകനാണെന്ന്. അവരെ കൊണ്ടൊന്നും എൻ്റെ അസുഖത്തിന് മാറ്റാൻ പറ്റില്ല പ്രാർത്ഥന. അത് മാറണേൽ അതെന്താണെന്നറിയണം. ആ കാര്യം എന്തായി? നാട്ടിൽ എനിക്കറിയാവുന്നവരോടൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ബട്ട് ഹോപ്പ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഈ ഒരു ചെറിയ ബിൽഡിംഗ് വെച്ചിട്ട് നമുക്ക് നോക്കാം കിട്ടുമോ ഇല്ലയെന്ന്. എനിക്കറിയണം എൻ്റെ ഉറക്കം കടത്തുന്നത് എന്താണെന്ന്. ആ തിളങ്ങുന്ന കണ്ണുകൾ എന്നെ തേടുന്ന പോലെ, ആ വീട് എന്തോ എന്നോട് പറയാൻ ശ്രമിക്കുന്ന പോലെ, എന്നെ പേടിപ്പെടുത്തുന്ന ആ സ്നേക് വിഷ്വൽ. അങ്കിൾ പറഞ്ഞിരുന്നു. നോക്കാം. ആൾ ലണ്ടനിലാണെന്നല്ലേ പറഞ്ഞേ? ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നെ വന്നൊന്ന് കാണാൻ പറയുമോ? എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ എനിക്കൊന്ന് മനസ്സിലാക്കാമല്ലോ. ഓക്കെ, അത് മതി. ബൈ. ആരെ കാണണമെന്ന് പറഞ്ഞേ? അത് ന്യൂ പേഷ്യൻ്റ് ആണ്, ലണ്ടനിലാണ്. ആളെ ഒന്ന് വരുത്തി എങ്ങനെയൊക്കെയാ ബിഹേവിയർ എന്തൊക്കെയാ എന്നുള്ളതൊക്കെ അറിയണ്ടേ, അതിന് വരാൻ പറഞ്ഞതാ.
പ്രാർത്ഥന ഇതുകൊണ്ടൊന്നും ശരിയാവില്ല. ഇതൊക്കെ കുറച്ച് കൂടുതലല്ലേ? എന്ത് കൂടുതൽ? കുറഞ്ഞു പോയോന്നാ പപ്പയ്ക്ക്? നിന്റെ പ്രോബ്ലംസ് ഒക്കെ ഡോക്ടറോട് പറയും, നമുക്ക് നോക്കാന്നേ. ഡോക്ടർ വരുന്നു. നിങ്ങളാണോ ലണ്ടനിൽ നിന്ന് വരുന്നെന്ന് പറഞ്ഞത്? അതെ. വരൂ, പറയൂ, എന്താ തൻ്റെ പ്രോബ്ലം? ഡോക്ടർ, എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അമ്മ മരിക്കുന്നത്. എനിക്ക് ബന്ധമെന്ന് പറയാൻ എൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അമ്മയും എന്നെ തനിച്ചാക്കിയ സമയത്ത് പോയി. ശരിക്കും ആ വലിയ വീട്ടിൽ ഞാൻ ഒറ്റപ്പെട്ടതായി മാറി. ആരും എന്നെ സംരക്ഷിക്കാനോ എൻ്റെ അടുത്ത് വരികയോ ചെയ്തില്ല. അമ്മേനെ അറിയാവുന്ന ആളുകൾ കുറച്ച് പൈസ വെച്ചിട്ട് പോയി, അത് മാത്രം അറിയാം. അങ്ങനെ ഒരു ദിവസം രാത്രി നല്ല മഴയുള്ള സമയമായിരുന്നു. നല്ല ഇടിവെട്ടി. എനിക്ക് അത് പേടിയാ. ഞാൻ ചുരണ്ട ഒരു മൂലയ്ക്ക് പേടിച്ച് വിറച്ചിരുന്നു. പെട്ടെന്നെന്തോ ബോധം പോയതാണോ എന്തോ എനിക്കറിയില്ല. അന്ന് ഞാൻ കണ്ട കുറച്ച് വിഷ്വൽസ് അതെന്നെ ഇപ്പോഴും വേട്ടയാടുകയാണ്. അതിനുശേഷം ഒരു രാത്രി പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്താ ഇതൊക്കെയെന്ന് എനിക്ക് അറിയണം ഡോക്ടർ. എനിക്ക് സ്വസ്ഥമായി ഒന്ന് ഉറങ്ങണം. താൻ കാണുന്ന വിഷ്വൽസ് എന്തൊക്കെയാ? ബുദ്ധിമുട്ടിൽ ഒന്ന് പറയാമോ? പറയാം. എനിക്ക് പരിചയമില്ലാത്തൊരു നാട്, ഒറ്റപ്പെട്ട ഒരു കാട്, എനിക്ക് പരിചയമില്ലാത്ത കുറേ ആളുകൾ, പരിചയമില്ലാത്ത ഒരു കണ്ണ്. ആ കണ്ണ് എന്നെ കാത്തിരിക്കുന്നത് പോലെ. ഒരു പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു ചെറിയ വീട്. ആ വീട് എന്നോടെന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെ. എന്നെ പേടിപ്പെടുത്തുന്ന, എനിക്ക് പേടിയാ. ഒരു സ്നേക്ക് വിഷ്വൽ. വസുദേവ് ഇതിനു മുന്നേ എങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള പ്ലേസിലൊക്കെ പോയിട്ടുണ്ടോ? മീൻസ് ഈ കൾച്ചറൽ ആയിട്ടുള്ള പ്ലേസിലൊക്കെ? ഇല്ല, ഞാൻ ഈ ലണ്ടൻ വിട്ട് എവിടെയും പോയിട്ടില്ല. എൻ്റെ അമ്മയുടെ മരണശേഷം ഒറ്റക്കായിരുന്നെന്നെ നോക്കിയത് ഈ പ്രാർത്ഥനയുടെ അച്ഛനാണ്. എൻ്റെ ഓർമ്മയിൽ ഞാനിങ്ങനെ ഒരിടത്തും പോയിട്ടില്ല. ഓക്കെ. ആൻഡ് വസുദേവിൻ്റെ അമ്മയും അച്ഛനോ താൻ കുഞ്ഞായിരുന്നപ്പോൾ സ്റ്റോറീസ് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ലേ? അതിൽ താൻ കാണുന്ന വിഷ്വൽസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ടോ? മീൻസ് ഈ കേരള ടൈപ്പ് കൾച്ചറൽ സ്റ്റോറീസ് ഓർ അമ്മയുടെ അച്ഛൻ്റെയോ നാട്ടിലെ അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ളത്? ഇല്ല, എൻ്റെ അച്ഛൻ എനിക്ക് 1 വയസ്സുള്ളപ്പോഴാണ് മരിച്ചത്. പിന്നെ അമ്മയുടെ നിന്ന് എനിക്ക് കഥകളൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ. പേരൻസിൻ്റെ നാട് കേരളമാണോ? ആ പ്ലേസിലൊക്കെ വസുദേവ് പോയിട്ടുണ്ടോ? അവിടെയൊക്കെ അറിയുമോ? ഇല്ല, അച്ഛൻ്റെ അമ്മയുടെയും ലവ് മാരേജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ 2 ഫാമിലീസിൽ നിന്നും നല്ല എതിർപ്പുണ്ട്. ആൻഡ് ഐ തിങ്ക് എൻ്റെ അമ്മയും അച്ഛനും മരിച്ചിട്ടുണ്ടെന്നോ എങ്ങനെയൊരു മകൻ അവർക്കുണ്ടെന്നോ 2 ഫാമിലീസിനും അറിയില്ല. ഓക്കെ. ഐ തിങ്ക് തൻ്റെ പ്രശ്നം ഒരു ഊഹം ആകാം. അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയം കുഞ്ഞിന് കേൾവി ശക്തി കൂടുതലാണ്. ആ കേട്ടതൊക്കെ കുഞ്ഞിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. ആ ടൈമിൽ ഗർഭസ്ഥ ശിശുവിന് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്ന സ്റ്റോറീസ്, ഇല്ലെങ്കിൽ കുട്ടിക്കാലത്ത് പാരൻസോ മുത്തശ്ശന്മാരോ പറയുന്ന ഈ ലിറ്റിൽ മുത്തശ്ശി കഥകൾ ഉണ്ടാക്കില്ലേ, ഇതൊക്കെ ഒരു ടൈം കഴിയുമ്പോൾ ഇമാജിനറി ആയി കാണുന്ന കുറേ കേസസ് ഇവിടെ വരാറുണ്ട്. ഐ തിങ്ക് തൻ്റെ കേസും എങ്ങനെ ആവാനാണ് ചാൻസ്. ചെറുപ്പത്തിൽ ഇങ്ങനെ കേട്ടിട്ടില്ലെങ്കിലും താൻ ഉദരത്തിലായിരുന്ന സമയം പേരൻസ് പറഞ്ഞ കഥകൾ, തൻ്റെ അമ്മയുടെ മരണശേഷം താൻ ഒറ്റക്കായി എന്നല്ലേ പറഞ്ഞത്. സോ തനിക്കൊരു ഡിപ്രഷൻ സംഭവിച്ചിരിക്കാം. ചെറുപ്രായമല്ലേ, ആ പ്രായത്തിൽ നമുക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് ഒറ്റപ്പെടൽ. അപ്പോൾ ഇതെല്ലാം ഒരു ട്രിഗറായി അന്ന് കേട്ട കഥയിലെ ക്യാരക്ടേഴ്സ് ആകും
തൻ്റെ കഥയിലെ വില്ലന്മാരായി വന്നിരിക്കുന്നത്. ആകാം. ഡോക്ടർ, ഇവരെന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെ, എന്തോ ഒന്നിനെ തേടാൻ പ്രേരിപ്പിക്കുന്ന പോലെയുണ്ട്. ഡോക്ടർ, ഇവൻ സ്വപ്നത്തിൽ കണ്ടതൊക്കെ പിക്ചറായി വരച്ചിട്ടുണ്ട്. ഓ, അതൊന്ന് കാണിക്കാൻ പറ്റുമോ? ഈ സ്ഥലങ്ങളൊന്നും വസുദേവ് കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? ഇല്ല, ആക്ച്വലി താൻ വരച്ച ഈ പിക്ചർ, ഈ വീട് ഇത് തന്നെ ആവണമെന്നില്ല. ബട്ട് ഈ സിമിലർ വീട് എൻ്റെ നാട്ടിലുണ്ട്. വസു പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കത്ര വിശ്വാസം തോന്നിയില്ല. ഈ പിക്ചർ വരച്ചപ്പോൾ എന്തോ ഇതിൻ്റെയൊക്കെ എന്തോ ഒരു കാരണം എന്തോ ഉള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഡോക്ടർ, വിരോധമില്ലെങ്കിൽ ഡോക്ടറിൻ്റെ നാട്ടിലേക്ക് എന്നെ കൊണ്ടുപോകൂ പ്ലീസ്. എന്താ ഇതൊക്കെ, എന്താ ഇതിൻ്റെ അർത്ഥമെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. താൻ വരീഡാവണ്ട. മഴ പെയ്ത് തോർന്നു നിന്ന ആകാശം. ജനൽവാതിലിലൂടെ അവൾ പുറത്തേക്ക് തലയിട്ടു. മഴയാൽ നനഞ്ഞു കുതിർന്ന ഇളം റോസാച്ചെടികൾ, മുറ്റം നിറയെ വെള്ളക്കെട്ടുകൾ. അവൾ ഓടി മുറ്റത്തേക്കിറങ്ങി. ആദ്യം ഓടിപ്പോയത് അവളുടെ വാഗമരത്തിൻ്റെ അടുത്തേക്കായിരുന്നു. അവൾ പ്രതീക്ഷിച്ച പോലെ തന്നെ മുറ്റം നിറയെ ചുവന്ന പരവതാനി വിരിച്ച് അലങ്കാരമായി നിൽക്കുന്ന ഗുൽമോഹർ പൂവ്. അവളത് കയ്യിലെടുത്ത് അതിൻ്റെ ഭംഗി ആസ്വദിച്ച് നടന്നു. തോർന്ന മഴ ആയിരുന്നെങ്കിലും ചെറിയ കാറ്റ് വീശുന്നതിനാൽ ഗുൽമോഹറിൻ്റെ ഇലകളിൽ നിന്നും വെള്ളം മുറ്റിച്ചായി വീഴുന്നുണ്ടായിരുന്നു. അതവളെ നനയ്ക്കുകയും ചെയ്തു. ആ വാഗപ്പൂവ് കയ്യിലേന്തിയവൾ കുറേ ദൂരം നടന്നു. ഗുൽമോഹർ വിരിച്ച പാതയിലൂടെ അവൾ നടന്നെത്തിയത് ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. അവൾ അവിടെ ഇരുന്ന് പ്രകൃതി ആസ്വദിച്ചു. അവളെ പൂർണ്ണമായി അവൾക്ക് നഷ്ടമായി. അവൾ ആ മനോഹര ലോകത്ത് അലിഞ്ഞു ചേർന്നു. എന്നാൽ അതിന് അതിൻ്റെ സമയത്തെ ആയുസ് കൊടുക്കാതെ അവളുടെ സ്വപ്നത്തിന് തടയിട്ടുകൊണ്ട് തീവണ്ടിയുടെ കാഹളം അവളുടെ കാതുകളിൽ മുഴുകി. അവൾ കണ്ണുകൾ തുറന്നു. തൻ്റെ മുന്നിലൂടെ പോകുന്ന തീവണ്ടിയെ നോക്കിയിരുന്നു. കാറ്റിൻ്റെ ശക്തിയാൽ താഴെ നിന്നുമുള്ള ഗുൽമോഹർ പൂക്കൾ അവളുടെ മുഖത്തെ തട്ടിപ്പുണർന്നു. ആരും അവളെ തേടിയെത്തുന്നത് പോലെ.